അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവാസ്തിക്യത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു തആലയെ സൃഷ്ടിച്ച ഒരാൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം? ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഒരു വിചിത്രമായ കഥ പറഞ്ഞു തുടങ്ങാം. ശാസ്ത്രം ഏറെ പുരോഗതി പ്രാപിച്ച് പ്രപഞ്ചത്തിലെ സർവ്വ കോണുകളിലും മനുഷ്യൻ അധികാരം സ്ഥാപിച്ച കാലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഒരു ശാസ്ത്രജ്ഞൻ പ്രപഞ്ചം മുഴുവൻ നിരീക്ഷിക്കാവുന്ന ഒരു വലിയ ഭീമൻ ടെലസ്കോപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. പ്ലാനുകൾ റെഡിയാക്കിയ ശേഷം പെർമിഷന് വേണ്ടി ISROയെ ചെന്ന് കാണുന്നു. അവർ പറയുന്നു, ഇതിന് പ്രധാനമന്ത്രിയുടെ ഒപ്പ് വേണം, സിഗ്നേച്ചർ വേണം. പ്രധാനമന്ത്രി പറയുന്നു രാഷ്ട്രപതിയുടെ സിഗ്നേച്ചർ വേണം. രാഷ്ട്രപതി പറയുന്നു നാസയുടെ ഒപ്പ് വേണം. നാസ പറയുന്നു ഇതിന് ചന്ദ്രനിൽ നിന്ന് ഒപ്പ് വേണം. ചന്ദ്രനിലെത്തിയപ്പോൾ പറയുന്നു ഇതിന് ചൊവ്വയിൽ നിന്ന് ഒപ്പ് വാങ്ങണം. ചൊവ്വയിലെത്തിയപ്പോൾ പറയുന്നു അവിടുത്തെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് അല്പം സങ്കീർണമായ വിഷയമാണ്. ഇതിന് പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്ര ഗ്രഹങ്ങളിൽ നിന്നും ഒപ്പുവാങ്ങണം. ഉടനെ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ പദ്ധതി ഒരിക്കലും നടക്കില്ല. ചോദ്യം എന്തുകൊണ്ട്? അദ്ദേഹം വിശദീകരിച്ചു, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലതും നശിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഞാൻ ഒപ്പുവാങ്ങിയാലും വീണ്ടും ഒപ്പുകൾ തേടി ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. എൻ്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ചാലും എനിക്ക് അവസാന ഒപ്പുവാങ്ങാൻ സാധിക്കില്ല. കാരണം എൻ്റെ മരണസമയത്തും പ്രപഞ്ചം വികസിക്കുന്നുണ്ടാകുമല്ലോ. അതിനാൽ അവസാനം ഒപ്പുവാങ്ങേണ്ട സ്ഥലം എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഈ പദ്ധതി ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു. അയാൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറി. ഇതൊരു സാങ്കല്പിക കഥയായി മാത്രം കരുതിയാൽ മതി. ഇനി ചോദ്യം നിങ്ങളോടാണ്. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ശരിയല്ലേ? പ്രപഞ്ചത്തിലെ എല്ലാ കോണുകളിൽ നിന്നും ഒപ്പുവാങ്ങണം എന്ന നിബന്ധനയനുസരിച്ച് ആ എഞ്ചിനീയർക്ക് എന്ന് മാത്രമല്ല ഒരു എഞ്ചിനീയർമാർക്കും പ്രസ്തുത പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. പ്രപഞ്ചം വികസിക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിന് സാധ്യമല്ലെന്ന് നമുക്കറിയാം. എങ്കിൽ പ്രസ്തുത പദ്ധതി നടപ്പാകണമെങ്കിൽ എന്തു ചെയ്യണം? ഉത്തരം ലളിതമാണ്. ഒപ്പുവാങ്ങേണ്ട ഓഫീസർക്ക് ഒരു അവസാന ഓഫീസ് ഉണ്ടായിരിക്കണം. അനിശ്ചിതമായി നീണ്ടുപോകാൻ പാടില്ല. അങ്ങനെ നീണ്ടുപോയാൽ ഒരിക്കലും ഒരു പദ്ധതി നടക്കില്ല. അത് എല്ലാ കാര്യങ്ങളുടെയും ഒരു സ്വഭാവം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇവിടെ അള്ളാഹുവിനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തെ സൃഷ്ടിച്ച ഒരാൾ ഉണ്ടായാൽ എന്താണ് പ്രശ്നം എന്നാണല്ലോ യുക്തിവാദിയുടെ ചോദ്യം. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകില്ല എന്നാണ് നാം അതിന് പറഞ്ഞ മറുപടി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഉത്തരം ഇതാണ്. ഒരു വസ്തു ഉണ്ടാകാനുള്ള കാരണം ഒരു അന്തിമ കാരണത്തിൽ അവസാനിക്കാതെ പിന്നോട്ട് പോയാൽ ഒരിക്കലും ആ വസ്തു ഉണ്ടാവുകയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ് അഥവാ കാര്യകാരണ ബന്ധങ്ങളുടെ അവസാനം അള്ളാഹുവാണെന്നും അള്ളാഹുവിനെ മറ്റൊരാൾ സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിച്ചാൽ അതിനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം വരികയും പ്രസ്തുത ചോദ്യോത്തരം അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അന്തിമ കാരണത്തെ കണ്ടെത്താൻ സാധിക്കാതെ വരും. ഇവിടെ പ്രപഞ്ചം തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പ്രപഞ്ചം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതായി നാം കാണുന്നത് കൊണ്ട് കാര്യകാരണബന്ധം അവസാന കാരണത്തിൽ അവസാനിച്ചു എന്നും പ്രസ്തുത കാരണക്കാരൻ
യഥാർത്ഥ ദൈവം അള്ളാഹുവാണെന്നും മനസ്സിലായല്ലോ. ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, അള്ളാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചതുമല്ല, അവന് തുല്യനായി ആരും ഇല്ല.